ബന്ധുരേ ബന്ധുരേ ഗണപതി ബപ്പ മോറിയ മംഗളമൂർത്തി മോറിയ. ബാഹുബലിയുടെ അമ്മ 1000 പാത്രം വെള്ളം ശിവലിംഗത്തിന് അഭിഷേകം നടത്തിയിട്ടെങ്കിലും എന്റെ മകൻ ഒരച്ചടക്കത്തോട് വളരണമെന്ന് പ്രാർത്ഥിക്കുക. അപ്പോ അമ്മ ഇങ്ങനെ വെള്ളവും കൊണ്ട് കഷ്ടപ്പെട്ട് പോന്ന കണ്ടിട്ട് ബാഹുബലി ആ ശിവലിംഗത്തെ അപ്പാടെടുത്തിട്ട് കല്ലടക്കം ചുമല് വെച്ചിട്ട് ഒരു പോക്കുണ്ട്. ആ പോകുമ്പോ ഒരു പാട്ടുണ്ട്, ജടാഗടാഹ സംഭ്രമ ഭ്രമം നിലിംബ നിർജരി വിലോലവി ജീവല്ലരി വിശാലമാനമൂർധനി കിശോര ചന്ദ്രശേഖരേ രതി പ്രദക്ഷിണം മമ എന്ന് അവസാനിക്കുന്ന ആ മന്ത്രം രാവണകൃത ശിവസ്തോത്രമാണ്. നമ്മുടെ ഈ ചുറ്റുവട്ടമുള്ള നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് മനുഷ്യന്റെ ജീവിതത്തിന്റെ കാലഗണനയുണ്ടായതാണ്. കാലഗണന ഉള്ള ഒരേ ഒരു ജീവി മനുഷ്യൻ മാത്രമാണ്. കാലഗണനയുള്ള ഒരേ ഒരു ജീവി. പക്ഷിമൃഗാദികൾക്കറിയാമോ ഇന്ന് തിങ്കളാഴ്ചയാണെന്ന്? പക്ഷിമൃഗാദികൾക്കറിയാമോ ഇന്ന് ഫെബ്രുവരി മാസമാണ്, കുംഭമാസമാണെന്ന്? അറിയില്ല. അവർക്ക് മണിക്കൂറുകളും മിനിറ്റുകളൊന്നുമില്ല. അവർക്ക് കാഴ്ചയിൽ കാണുന്ന രാവും പകലും മാത്രമുണ്ട്. കാലത്തെ മുറിച്ച് കഷ്ണങ്ങളാക്കിയത് മനുഷ്യനാണ്. കാലബോധം നമുക്കാണുള്ളത്. കാലബോധമുള്ളത് കൊണ്ടാണ് അസ്തിത്വ ദുഃഖം മനുഷ്യനുണ്ടാവുന്നത്. അസ്തിത്വ ദുഃഖം എന്താണ്? നമ്മൾ എല്ലാ കാലത്തും ഇതുപോലെ നിൽക്കില്ലല്ലോ. ഈ നശ്വരതയുടെ ബോധം മനുഷ്യന് മാത്രമേ ഉള്ളൂ. പക്ഷിമൃഗാദികളൊന്നും ദൈവത്തെ പ്രാർത്ഥിക്കാത്തതിന്റെ കാരണം അവർക്ക് കാലബോധമില്ല, അസ്തിത്വ ദുഃഖമില്ല, മരണത്തെപ്പറ്റി ചിന്തയില്ല. അവരെല്ലാം ഒരു തവണയേ മരിക്കാറുള്ളൂ. മരിക്കുമ്പോൾ മാത്രമേ മരിക്കാറുള്ളൂ. മനുഷ്യൻ മാത്രമാണ് പലവട്ടം മരണത്തെപ്പറ്റി ചിന്തിക്കുന്നത്. ഒന്ന് ഗ്യാസ് കയറിയാൽ മതി, അറ്റാക്കാണോ മരിച്ചു പോകുമെന്ന് കരുതിയിട്ടാണ് അടുത്ത് ഒരു ജീരകം വറുത്ത വെള്ളം ചൂടാക്കി കുടിച്ചാൽ തീരേണ്ട വിഷയത്തിന് എവിടെ എത്തുന്നത്? വലിയ മെഡിക്കൽ കോളേജിൽ പോകുന്നത്. മരണഭയം മനുഷ്യനെപ്പോഴും ഉണ്ട്. അപ്പൊ കാലബോധത്തിന്റെ അടിത്തറയുള്ളത് കൊണ്ടാണ് മനുഷ്യന് ജീവിതത്തിന്റെ സമയബോധത്തിന്റെ മൂല്യം അറിയുന്നത്. ആ സമയബോധത്തിന്റെ മൂല്യം അറിയുന്നത് കൊണ്ടാണ് കാലാതിവർത്തിയായി നിൽക്കുന്ന ദൈവത്തെ പറ്റി ചിന്തയുണ്ടായത്. മരണാനന്തര ലോകത്തിലുള്ള അനശ്വരതയെക്കുറിച്ച്, മോക്ഷത്തെക്കുറിച്ച്, നിത്യശാന്തിയെക്കുറിച്ച് ചിന്തിക്കുന്നത് മനുഷ്യൻ മാത്രമാണ്. പക്ഷിമൃഗാദികളൊന്നും തന്നെ നിത്യശാന്തി നേരാറില്ല. അവർക്ക് മോക്ഷസങ്കല്പമില്ല. മനുഷ്യന് കാലബോധമുള്ളത് കൊണ്ടാണ്. ആ കാലബോധത്തിൽ കാലത്തിന് 3 പ്രതിരൂപങ്ങളുണ്ട്. ആ കാലത്തിന്റെ 3 പ്രതിരൂപങ്ങളെ കുറിച്ച് ഉപനിഷത്തുകളിൽ പറയുന്നുണ്ട്. ഏതാണ് കാലത്തിന്റെ 3 പ്രതിരൂപങ്ങൾ? 1 പ്രകൃതിയാണ്, 2 മനുഷ്യനാണ്, 3 ദൈവമാണ്. ഇത് 3നെയും ഒരുപോലെ കാണാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന ബുദ്ധിവിശേഷത്തെയാണ് സംസ്കാരം എന്ന് പറയുന്നത്. സാംസ്കാരിക സമ്മേളനം എന്തിനാണ്? അമ്പലങ്ങളിൽ പൂജയും പ്രാർത്ഥനയും പ്രതിഷ്ഠവും ഹോമവും ആരാധനയും അർച്ചനയും പോരെ എന്തിനാണ് ഉത്സവത്തോടനുബന്ധിച്ച് ഇത്തരത്തിലുള്ള സാംസ്കാരിക സമ്മേളനങ്ങൾ എന്ന ചോദ്യം ന്യായമാണ്. അതിന്റെ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നവരാണ് ഈ ഒഴിഞ്ഞ കസേരയിലുള്ള ഇരിക്കേണ്ടവർ. അവർ കൊടിയേറ്റും കഴിഞ്ഞു പോയി. ഒഴിഞ്ഞ കസേരയിൽ ഇരിക്കേണ്ടവർ ഇതിനൊന്നും ആവശ്യമില്ല, ഞങ്ങൾക്കിതെല്ലാം അറിയാം എന്ന മട്ടിലുള്ള. എന്നാൽ സംസ്കാരവും ദൈവവിശ്വാസവും പരസ്പര പൂരിതമാകണം എന്ന് താല്പര്യമുള്ളവർ, ദൈവവിശ്വാസത്തിന്റെ അടിത്തറ വികസിക്കണം എന്ന് താല്പര്യമുള്ളവരാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്താണ് അടിത്തറ? നമ്മുടെ ദൈവവിശ്വാസത്തിന്റെ അടിത്തറയ്ക്ക് ദാർശനികമായ, മാനവികമായ 2 അടിത്തറകളുണ്ട്. സിമന്റും പൂഴിയും കൂട്ടിക്കലർത്തിയിട്ട് നമ്മൾ അസ്ഥിവാരമുണ്ടാക്കുന്നത് പോലെ ദൈവവിശ്വാസത്തിന് അസ്ഥിവാരം അത് പുറത്ത് കാണുന്നില്ല. അതൊന്ന് ദർശനമാണ്, 2 മാനവിക ബോധമാണ്. ഈ ദർശനങ്ങളെക്കുറിച്ചും മാനവിക ബോധത്തെക്കുറിച്ചും ഭക്തജനങ്ങൾക്ക് വേണ്ടത്ര ഉൾക്കാഴ്ച ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത്ര ദൂരം സഞ്ചരിച്ചിട്ട് അമ്പലങ്ങളിൽ പ്രസംഗിക്കാൻ വരുന്നത്. അല്ലാതെ നിങ്ങളുടെ ഭക്തിയെ വർദ്ധിപ്പിക്കുകയും ഭക്തന്മാർക്ക് പിന്നെ സ്പെഷ്യൽ ഭക്തി ഉണ്ടാക്കി കൊടുക്കുകയും അതിലൂടെ നിങ്ങൾക്ക് മോക്ഷത്തിലെത്തുകയും ചെയ്യാനൊന്നും ഞാൻ ആളല്ല. ഞാൻ അത്ര വലിയ പണ്ഡിതനൊന്നുമല്ല. ഞാനിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുന്നത്
നമ്മൾ കോടാനുകോടി മനുഷ്യർ കുംഭമേളയിൽ പോയിട്ട് നീരാട്ടം നടത്തുന്നു. കോടാനുകോടി മനുഷ്യർ ശബരിമലയിലേക്ക് തീർത്ഥയാത്ര നടത്തുന്നു, തിരുപ്പതിയിൽ പോകുന്നു, ഗുരുവായൂരിൽ പോകുന്നു, മൂകാംബികയിൽ പോകുന്നു, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നു, ശങ്കരനാരായണ ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ ചെയ്യുന്നതെല്ലാം ഉപരിപ്ലവമാവുകയും അതിന്റെ ഗുണം സമൂഹത്തിലും നമ്മുടെ വ്യക്തിക്കും അകത്തും പുറത്തും ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന സങ്കടമാണ് എനിക്കുള്ളത്. അമ്പലവും പ്രാർത്ഥനയും ഉത്സവങ്ങളും വളരുമ്പോൾ വളരേണ്ടത് എന്താണ്? ദൈവത്തിന്റെ ചൈതന്യമാണ്. ദൈവത്തിന്റെ ചൈതന്യം എവിടെയാ വളരേണ്ടത്? ഈ ക്ഷേത്രത്തിനകത്ത വിഗ്രഹത്തിൽ മാത്രം ചൈതന്യം വളർന്നതുകൊണ്ട് എന്തു കാര്യമാണ്? ദൈവചൈതന്യം വളരേണ്ടത് ആ ദൈവം ഇരിക്കേണ്ട ഇടങ്ങളിലെല്ലാമാണ്. എവിടെയാണ് ദൈവം ഇരിക്കേണ്ട ഇടം? അമ്പലത്തിൽ മാത്രമാണോ ദൈവം ഇരിക്കേണ്ട ഇടം? അല്ല. ദൈവം ഇരിക്കേണ്ട ഇടം ഭാരത തത്വശാസ്ത്രം പറയുന്നു, അഗ്നിർദേവോ ദ്വിജാതീനാം മുനീനാം ഹൃദി ദൈവതം പ്രതിമാമപ്രബോധീനാം സർവത്ര സമദർശിനാം. അഗ്നിയിലാണ് ബ്രാഹ്മണർക്ക് ദൈവം. അവർക്ക് വിഗ്രഹത്തെക്കാൾ പ്രധാനം ഹോമം. അഗ്നിയിലാണ് അവർ ഹവിസർപ്പിച്ചിട്ടുകൊണ്ട് യജ്ഞസംസ്കാരമാണ് ബ്രാഹ്മണ സംസ്കാരം. അതുകൊണ്ട് അവർക്ക് അഗ്നിയിലാണ് ദൈവം. മുനിമാർക്ക് ഹൃദയത്തിലാണ് ദൈവം. അവര് അമ്പലങ്ങളിൽ പോകുന്നവരല്ല, മുനിമാർ ക്ഷേത്രങ്ങളിൽ പോകുന്നവരല്ല. അവരുടെ ദൈവം ഇവിടെയാണ്, ഹൃദയത്തിലാണ്. ആ ഉള്ളിലുള്ള ആ ബ്രഹ്മരന്ധ്രത്തിലൂടെ, മൂലാധാര ചക്രത്തിൽ നിന്ന് ബ്രഹ്മരന്ധ്രത്തിലൂടെ ഈശ്വര ചൈതന്യത്തെ ഉയർത്തിക്കൊണ്ടുവന്നിട്ട് പ്രാണായാമത്തിലൂടെ മൂർധാവിൽ നിന്ന് പ്രപഞ്ചാത്മാവിലേക്ക് ജീവാത്മാവിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന മഹാപ്രക്രിയ, മഹാസാധന, മഹായോഗികളാണ് സന്യാസിമാർ. അവർക്ക് ഹൃദയത്തിലാണ് ദൈവം. പിന്നെ പ്രതിമാം അപ്രബോധീനാം, നമ്മളെപ്പോലെ പ്രബോധനമില്ലാത്ത സാധാരണ ഗാർഹസ്ഥ്യ ജീവിതം നയിക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ദൈവത്തിന് പ്രതിരൂപങ്ങൾ ഉണ്ടാവുന്നു, പ്രതിമയുണ്ടാകുന്നു. പ്രതിരൂപമാണ്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, ലാബറട്ടറികളൊന്നും ഇല്ലാതിരുന്ന കാലത്ത്, ടെസ്റ്റ് ട്യൂബ് എന്താന്ന് കാണാത്ത കാലത്ത് കെമിസ്ട്രിയുടെ ടീച്ചർമാർ വിരൽ കാട്ടിയിട്ട് ഇതൊരു ടെസ്റ്റ് ട്യൂബാണെന്ന് വിചാരിക്കുക, അതിൽ സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു എന്ന് വിചാരിക്കുക എന്ന് പറയാറുള്ളത് പോലെ ഈ കല്ലിൽ, ഈ ദാരുശില്പത്തിൽ ഇവിടെ ദൈവമുണ്ടെന്ന് സങ്കല്പിക്കുക. സങ്കല്പമാണ് പ്രതിമ. നമ്മളെപ്പോലുള്ളവർക്ക് പ്രതിമയിലാണ് ദൈവം. ഇനിയോ അവസാനത്തത് സർവത്ര സമദർശിനാം, സമദർശികൾക്ക് എല്ലായിടത്തും ദൈവമാണ്. അതാണ് ഈശാവാസ്യോപനിഷത്ത് നമ്മളോട് പറയുന്നത്. എന്താ ഈശാവാസ്യോപനിഷത്ത്? ഈശാവാസ്യം ഇതം സർവം. എല്ലായിടത്തും ദൈവമില്ലാത്തൊരിടമില്ലെന്നാണ്, എല്ലായിടത്തും ദൈവമുണ്ടെന്നാണ്. ഈശാവാസ്യം ഇതം സർവം എന്നാണ്. അതിനെക്കുറിച്ച് മലയാളത്തിൽ ഒരു സിനിമാ ഗാനമുണ്ട്, പഴയ പാട്ടാ, ഓർമ്മയുണ്ടോ? മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു, അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നു എന്നുള്ള പാട്ട് കേട്ടിട്ടില്ലേ? ഈശാവാസ്യം. അപ്പൊ അത്തരത്തിൽ പല വിധത്തിലുള്ള ദർശനങ്ങളുണ്ട്. ഈ ദർശനത്തിന്റെ അടിത്തറ, നമ്മളൊരു ക്ഷേത്രത്തിലെ തറ നമ്മൾ കാണും, ചുമര് കാണും, മേൽക്കൂര കാണും, കൊടിമരം കാണും, അഗ്രശാല കാണും, ചുറ്റമ്പലം കാണും, തിടപ്പള്ളി കാണും, നടപ്പന്തൽ കാണും, ചുറ്റുമതിൽ കാണും. എല്ലാം ബാഹ്യമായി കാണുന്നതാണ്. പക്ഷെ ഈ ബാഹ്യത്തിന്റെ നിലനിൽപ്പിന് ആന്തരികമായി നമ്മളൊന്നും കാണാത്ത ഒന്നാണ് അസ്ഥിവാരം. നിങ്ങൾ കണ്ണൂർ ജില്ലക്കാര് കുയ്യാട്ടാന്ന് അതിന് പറയാം, അസ്ഥിവാരം. ഈ അസ്ഥിവാരം ആരും കാണുന്നില്ലെന്നതുകൊണ്ട് അസ്ഥിവാരം വേണ്ടെന്ന് വെക്കുമോ? അസ്ഥിവാരം വേണ്ട, മണ്ണിന്റെ മേലെ തറകെട്ടി അതിന്റെ മേലെ ചുമര് വെച്ച് മേൽക്കൂരി എടുത്താൽ അത് തകർന്നു പോകും. നമ്മുടെ ഭക്തിയുടെ പ്രശ്നവും അതാണ്, അസ്ഥിവാരമില്ലാത്ത ഭക്തിയാകുന്നു. എന്താണ് അസ്ഥിവാരം? ആ അസ്ഥിവാരം ദാർശനികതയാണ്, ആ അസ്ഥിവാരം മാനവികതയാണ്. ഈ രണ്ട് അസ്ഥിവാരത്തിന്റെ മേലെ പടുത്തുയർത്തുന്നതാവണം നമ്മുടെ ഭക്തി. ദാർശനികതയാണ് ആദ്യമുണ്ടായത്. ഓം നമഃശിവായ, ഓം നാരായണായ എന്ന മന്ത്രങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് വേദങ്ങളുടെ കാലഘട്ടത്തിൽ വേദത്തിൽ എവിടെയും വിഷ്ണുവിനെയോ ശിവനെയോ പ്രാർത്ഥിക്കുന്നില്ല. വേദത്തിൽ പ്രാർത്ഥിക്കുന്നത്
പ്രകൃതി ശക്തികളെയാണ്. വേദത്തിൽ പ്രാർത്ഥിക്കുന്നത് പ്രകൃതി ശക്തികളെയാണ്. ഇപ്പൊ ഇവിടെ നോക്കൂ, ഈ ശിവേലി അല്ലേ ഇത്? ശിവേലി. ഈ ശിവേലിയിൽ ഓരോ സ്ഥലത്തെത്തുമ്പോൾ നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? ആ നിൽക്കുന്ന എന്താ? എവിടെയാ നിൽക്കുന്ന? അഷ്ടദിക്പാലകന്മാരാണ്. അഷ്ടദിക്പാലകന്മാർ, അശ്വനി ദേവകളും അഷ്ടദിക്പാലകന്മാരെയും പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ദേവന്മാർ പോലും എന്തും തുടങ്ങാറുള്ളൂ. ഏതാണ് അഷ്ടദിക്പാലകൻ? കിഴക്ക് ദിക്കിന്, കിഴക്കെന്ന് പറയുന്നത് ഇന്ദ്രന്റെ. ഇന്ദ്രനാരാ? ദേവലോകത്തിന്റെ അധിപനായിട്ടല്ല ഇന്ദ്രൻ. ആകാശത്ത് മഴ പെയ്യിക്കുന്ന ആകാശത്തിന്റെ ദേവതയായിട്ടാണ് ഇന്ദ്രൻ വരുന്നത്. മഴ പെയ്യിക്കുന്ന ദൈവമാണ് ഇന്ദ്രൻ. മഴയുള്ളത് കൊണ്ടാണല്ലോ ഈ ഭൂമിയിൽ ദൈവമുണ്ടായത്. ചൊവ്വയിലും ചന്ദ്രനിലും ബുധനിലും ശുക്രനിലും ഒന്നും ദൈവത്തെ പ്രാർത്ഥിക്കുന്ന ഒരൊറ്റ അമ്പലമില്ല. എന്തുകൊണ്ടാ? അവിടെയൊന്നും വെള്ളമില്ല. വെള്ളം ഉണ്ടാകുമ്പോ വെള്ളത്തിലാണല്ലോ ജീവൻ ഉണ്ടായത്. വെള്ളത്തിലാണ് ജീവൻ ഉണ്ടായത്. അതാണ് ആദ്യത്തെ അവതാരം മത്സ്യാവതാരമാണ്, അല്ലേ? ആദ്യത്തെ അവതാരം മത്സ്യമാണ്. നമ്മുടെ ദേവി കന്യാകുമാരി എന്ന് പറയുന്നൊരു സിനിമയുണ്ട്, പണ്ടത്തെ സിനിമയാണ്. ഈ സിനിമയിലൊരു നല്ല പാട്ടുണ്ട്, മാധുരി പാടിയ പാട്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ പാട്ടിന്റെ രംഗം നിങ്ങൾ കാണണം. ഈ പഴയ പാട്ടുകളുടെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ നല്ല അർത്ഥമുള്ള പാട്ടായിരിക്കും, പക്ഷെ രംഗം മഹാബദ്ധായിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, മനസ്സിൽ എപ്പോഴും റേഡിയോയിലൂടെ ഞാൻ പാട്ട് കേൾക്കുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ട്, ആറാട്ടിനാനകളെഴുന്നള്ളി ആഹ്ലാദ സമുദ്രം അല തല്ലി, ആറാട്ടിനാനകൾ എഴുന്നള്ളി ആനന്ദ ഭൈരവി, ആനന്ദ ഭൈരവി താളത്തിൽ മേളത്തിൽ അമ്പല തുളസികൾ തുമ്പി തുള്ളി, ആറാട്ടിനാനകൾ എഴുന്നള്ളി. ഒരു ഉത്സവത്തിന്റെ അന്തരീക്ഷം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന മനോഹരമായ പൂത്തുലഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണ്. ആ സിനിമയുടെ രംഗം കാണാൻ വേണ്ടി ഞാൻ യൂട്യൂബിൽ നിന്ന് എടുത്തു നോക്കിയപ്പോൾ നിരാശയായിരുന്നു ഫലം. പാട്ട് ഗംഭീരമാണ്, പക്ഷേ മധു ജയഭാരതിയും കയ്യും പിടിച്ചിട്ട് മരത്തിന്റെ ചോട്ടെന്ന് ആറാട്ടിനാനകൾ എഴുന്നള്ളിതേ ഉള്ളൂ. ഒരാനയുമില്ല, ഒരു ഉത്സവമില്ല, ഒരാനന്ദ ഭൈരവിയുമില്ല. അതാണ് പഴയ സിനിമകളുടെ ഒരു പ്രശ്നം. ഇന്നത്തെ ആണെങ്കിൽ നല്ല രംഗമായിരിക്കും, പക്ഷേ പാട്ട് മഹാബദ്ധമായിരിക്കും. പാട്ടിന്റെ അർത്ഥം മഹാബദ്ധമായിരിക്കും, രംഗങ്ങൾ ഗംഭീരമായിരിക്കും. എന്നാൽ പണ്ടത്തെ പാട്ടിൽ അർത്ഥവും രംഗവും സുന്ദരമായിരിക്കുന്ന ഒരു പാട്ടാണ് മാധുരി കന്യാകുമാരി സിനിമയിൽ പാടിയത്. കണ്ണാ, കേട്ടിട്ടുണ്ടോ? കണ്ണാലില കണ്ണാ പാലാഴിത്തീരയിലൊഴുകും ആലില കണ്ണാ, ഞാനൊരു കന്നിമുക്കുവ പെണ്ണ്, എന്റെ തോണിയിലെ പൊന്നു വേണോ പൊന്ന് എന്നുള്ളൊരു പാട്ടില്ലേ? ഈ പാട്ടിന്റെ രംഗത്ത് ഒരു കന്യാകുമാരി ഇങ്ങനെ ഒരു കട്ടമരം തുഴഞ്ഞു പോകുന്ന രംഗമുണ്ട്. ആ രംഗത്തിൽ അതിമനോഹരമായ രംഗം മത്സ്യാവതാരത്തെ പറ്റി പരാമർശിക്കുന്നുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. നീ പണ്ടൊരു പൂത്തിമിംഗിലമായി അന്ന് നിന്റെ യൗവനം തുഴഞ്ഞു വന്ന നീരാഴി. തിമിംഗലമായതിനെ പറ്റി പറയുന്നത് അതാണ്. ആദ്യം മത്സ്യം, വെള്ളമുണ്ടായി. പിന്നെ വെള്ളത്തിലും കരയിലും, വെള്ളത്തിലെ ജീവനുണ്ടായി മത്സ്യം, വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന കൂർമ്മം ആമയുണ്ടായി. ആ ആമ കാട്ടിലെ മൃഗമായി, വരാഹമായി. പിന്നീട് മുഖം കണ്ടാൽ സിംഹവും ഉടല് കണ്ടാൽ നരനുമായി മരത്തിന്റെ മേലെ കയറുന്ന നരസിംഹമായി. പിന്നീട് മരത്തിൽ നിന്ന് താഴത്തിറങ്ങിയിട്ട് വാലൊക്കെ പോയതിനു ശേഷം അറിവ് നേടിയിട്ട് പ്രകൃതി ശക്തികളെ, പ്രകൃതിയുടെ വിഭവങ്ങൾ കൊണ്ട് ഉപകരണങ്ങൾ ഉണ്ടാക്കി, ഓലക്കുടയുണ്ടാക്കി ചൂട് നടക്കുന്ന ഒരാളുണ്ടായി. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തോടു കൂടിയാണ് എണ്ണാനും അളക്കാനും തുടങ്ങിയത്. 3 അടി അളന്നല്ലോ, അതുവരെ എണ്ണ ഉണ്ടായിരുന്നില്ല. മഴവില്ലിന് 7 നിറമുണ്ടെന്ന് മനുഷ്യൻ വന്നതിന് ശേഷം മാത്രമേ എണ്ണിയിട്ടുള്ളൂ.
അതിനു മുമ്പ് കോടാനുകോടി വർഷങ്ങളായിട്ട് ആനകളും കടുവകളും ദിനോസറുകളും ഈ ഭൂമിയിൽ ഉണ്ടായിട്ടും മഴവില്ലിന്റെ സൗന്ദര്യം നോക്കിയിട്ട് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, വിബ്ജിയോർ എന്ന് ആരും കണ്ടിട്ടില്ല, ആരും എണ്ണിയിട്ടില്ല. പാലമരത്തിന്റെ ഒരു ഞെട്ടിൽ 7 ഇലകളുണ്ടെന്ന് ആരും എണ്ണിയിട്ടില്ല. മനുഷ്യൻ വന്നതിന് ശേഷമാണ് 7 ഇലം പാല പുത്തു, പൂമരങ്ങൾ കൂട നിവർത്തൂ, വെള്ളിമലയിൽ എന്ന് പാട്ടുപാടിയത്. ബഹുമാന്യനായ MLA ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. തിരക്കുണ്ട, നിങ്ങൾ സംസാരിച്ചോ? അപ്പൊ എണ്ണം തുടങ്ങിയപ്പോ, എണ്ണത്തിന്റെ കാലഘട്ടം, പ്രകൃതി ശക്തികൾ, പ്രകൃതിയിലെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് കൊടയുണ്ടാക്കിയ കാലഘട്ടത്തിന്റെ പ്രതീകമാണ് വാമനൻ. ഓലക്കൊടിയേന്തിയ വാമനൻ. 3 അടി അളന്നല്ലോ, 3 അടി അളന്നു. ലീഗൽ മെട്രോളജി വന്നത് അപ്പോഴാ. പക്ഷെ ഇന്നാണെങ്കിൽ ലീഗൽ മെട്രോളജി വകുപ്പ് പ്രകാരം വാമനെതിരെ കേസെടുക്കും. കാരണം അളക്കുന്നതിന് മാനദണ്ഡം ഉണ്ടായിരുന്നില്ല. 3 അടി പറഞ്ഞിട്ട് വലിയ കാലം കൊണ്ട് അളക്കാൻ പോയി. സ്വർഗവും ഭൂമിയും പാതാളെല്ലാം അളന്നു. അതാണ് പ്രശ്നം. മഹാബലിയെ പാതാളത്തിലയച്ചു. അതിനുശേഷമാണ്, വാമന് ശേഷമാണ് ലോഹയുഗത്തിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുക. ശിലായുഗത്തിൽ നിന്ന് മരവും കല്ലും മാത്രം ആയുധങ്ങൾ ഉണ്ടാക്കിയതിൽ നിന്ന് മാറിയിട്ട് ലോഹയുഗത്തിലേക്ക് പ്രവേശിക്കും. മണ്ണിന്റെ ആഴങ്ങളിൽ നിന്ന് ഇരുമ്പയിര് മുക്കിയെടുത്ത് അതൊരുക്കി മൂശയിൽ ഒഴിച്ച് അങ്ങനെ ഇരുമ്പിന്റെ ഒരു പത്തിയും മരത്തിന്റെ ഒരു തള്ളയും ഉണ്ടാക്കി ചുമല് വെച്ച ഒരാൾ വന്നു. അതിന്റെ പേരാണ് പരശു, മഴു. ആ പരശുരാമൻ. കണ്ണാന്നുള്ള പാട്ടിന്റെ അടുത്ത ചരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നീ പണ്ടൊരു മുനി കുമാരനായി അന്ന് നിന്റെ യൗവനം തുഴഞ്ഞു വന്ന് നീ പണ്ടൊരു മുനി കുമാരനായി അന്ന് നിന്റെ വെൺമഴു പറന്നു വീണ നീരാഴി. മഴു പറന്നു വീണത് അന്ന് എനിക്ക് എന്ന് പൊന്നോലക്കുടിയില് വെക്കാൻ മണ്ണു കിട്ടി. കേരളം എന്ന മണ്ണ് കിട്ടിയതിന്റെ കഥയാണ് പാട്ടിൽ പറയുന്നത്. അപ്പോ പരശുരാമൻ, ആ പരശുരാമന് ശേഷമാണ് ധാർമ്മികതയുടെ ആരംഭം ഉണ്ടാകുന്നത്. അവിടെയാണ് ദൈവവിശ്വാസത്തിന്റെ ഉള്ള പ്രവേശനം. ദൈവവിശ്വാസം എന്തിനാ? ദൈവത്തിന് വേണ്ടിയാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവത്തിനൊരു നേട്ടവും ഉണ്ടാവുന്നില്ല. നിങ്ങൾ പ്രാർത്ഥിക്കാതിരുന്നാൽ ദൈവത്തിനൊരു കോട്ടവും ഉണ്ടാവുന്നില്ല. കാരണം ഈ കടാഹം മുഴുവൻ നിയന്ത്രിക്കുന്ന ആ പരബ്രഹ്മ ശക്തി ഈ ഭൂമി, ലോകത്ത് കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. അതിലൊരു ചെറിയ നക്ഷത്രമാണ് സൂര്യൻ. തിരുവാതിര എന്ന നക്ഷത്രത്തെ അപേക്ഷിച്ച് ചെറിയ നക്ഷത്രമാണ് സൂര്യൻ. ആ സൂര്യന് വ്യാഴത്തെ പോലെ ശനിയെ പോലുള്ള വലിയ ഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഒരു കുള്ളൻ ഗ്രഹം മാത്രമാണ് ഭൂമി. ആ ഭൂമിയിലാണെങ്കിൽ 3ൽ 2 ഭാഗം വെള്ളമാണ്. ഒരു ഭാഗത്ത് മാത്രമേ കരയുള്ളൂ. ആ കരയിലാണെങ്കിൽ ആകെയുള്ള കരയിൽ 6ൽ 1 ഭാഗം മാത്രമേ മനുഷ്യന്മാർക്ക് താമസിക്കാൻ പറ്റൂ. ബാക്കി 6ൽ 5 ഭാഗവും ഒന്നിക്കിൽ ചതുപ്പും, അല്ലെ പുഴയും, അല്ലെ ഘോര വനവും, അല്ലെ മരുഭൂമിയുമാണ്. ആ 6ൽ 1 ഭാഗത്ത് 7 വൻകരകളുണ്ട്. അതിലൊരു ഏഷ്യ വൻകരയിൽ റഷ്യയെയും ചൈനയെയും അപേക്ഷിച്ച് ഇന്ത്യ ചെറിയ രാജ്യമാണ്. ആ ചെറിയ രാജ്യമായ ഇന്ത്യയിൽ മഹാരാഷ്ട്രയെ പോലെ, രാജസ്ഥാനെ പോലുള്ള വലിയ സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ ഒരു നേന്ത്രപ്പഴത്തിന്റെ വലിപ്പത്തിൽ മാത്രമുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട MLA-യുടെ പിതാവ് മുഖ്യമന്ത്രിയായിരുന്ന ഈ കൊച്ചു കേരളം, ആ കൊച്ചു കേരളത്തിൽ 14 ജില്ലകളുണ്ട്. ആ 14 ജില്ലകളിൽ ഒരു ജില്ലയായ കോട്ടയം ജില്ലയിൽ, ആ കോട്ടയം ജില്ലയിൽ ഒരുപാട് പഞ്ചായത്തുണ്ട്. അതിലൊരു പഞ്ചായത്താണ് ഇതേതാ പഞ്ചായത്ത്? വാകത്താനം പഞ്ചായത്ത്. വാകത്താനം പഞ്ചായത്തിൽ ഒരു വാർഡിൽ ഒരു മൂലക്ക് ഉള്ള ഒരു വീട്ടിൽ ഒരു റൂമിൽ ഒരു കട്ടിലിന്റെ വക്കത്തിരിക്കുന്ന നമ്മൾ വിചാരിച്ചിട്ട് ഈ ദൈവത്തെ നന്നാക്കാൻ പറ്റുമോ? ആലോചിച്ചു. അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്തു കണ്ടു. ആലപ്പാട്ടിന്റെ വരികളാണ്. ആ മനുഷ്യൻ, പക്ഷേ ഈ കൊച്ചു മനുഷ്യൻ വലുതാവണമെങ്കിൽ എന്ത് വേണം? അവന് ഗരിമയിലേക്ക് പോകണമെങ്കിൽ അവൻ ദൈവത്തോട് അടുക്കണം.
നമ്മളെ ദൈവത്തോട് ആ പരമ ചൈതന്യത്തോട് ജീവാത്മാവിൽ നിന്ന് പരമാത്മാവിലേക്ക് അടുപ്പിക്കാനാണ്. ഞാനൊരു മൺകലമാണ്. ആ മൺകലം കുളത്തിൽ മുക്കി വെച്ചിരിക്കുകയാണ്. ആ മൺകലത്തിനകത്തുള്ള വെള്ളം ഈ കുളത്തിലെ വെള്ളം തന്നെയാണ്. കുളം എന്നത് പ്രപഞ്ചമാണ്. പ്രപഞ്ചത്തിലുള്ള കുളത്തിലുള്ള വെള്ളം പരമാത്മാവാണ്. പ്രപഞ്ചത്തിലുള്ള പരമാത്മാവാണ് കുളത്തിലെ വെള്ളം. ഞാൻ എന്റെ ശരീരമാകുന്ന മൺകലത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന വെള്ളം ജീവാത്മാവാണ്. ആ പരമാത്മാവ് തന്നെയാണ് ജീവാത്മാവ്. ജീവാത്മാവും പരമാത്മാവും തമ്മിൽ രണ്ടില്ല, ദ്വൈതമില്ല, ഒന്നു തന്നെ. അദ്വൈതമതാണ്. എന്നിലും നിന്നിലും, ഹിന്ദുവിലും മുസ്ലിമിലും ക്രിസ്ത്യാനിയിലും എല്ലാം കുടിയിരിക്കുന്ന ഒറ്റ ചൈതന്യമാണ്. ഭാരതത്തിൽ പണ്ട് ശൈവരും വൈഷ്ണവരും ഉണ്ടായിരുന്നു, ഗാണപത്യരും ശാക്തേരും ഉണ്ടായിരുന്നു. ഹിന്ദുമതം ഉണ്ടാകുന്നതിന് മുമ്പ് ഹിന്ദു എന്ന വാക്ക് അൽ-ബറൂനി വിളിച്ചപ്പോഴാണ് ഹിന്ദു എന്ന വാക്കുണ്ടായത്. മുസ്ലിങ്ങളാണ് വിളിച്ചത് ഹിന്ദു എന്ന്. ഇൻഡസിന്റെ സിന്ധുവിന്റെ തീരത്ത് താമസിക്കുന്നവരെ സിന്ധുക്കൾ എന്ന അക്ഷരം അവരെ ഭാഷയില്ലാത്തത് കൊണ്ട് ഹിന്ദുക്കൾ എന്ന് വിളിച്ചു, അത്രമാത്രം. പേർഷ്യൻ യാത്രികനായ അൽ-ബറൂനി അദ്ദേഹമാണ് ഹിന്ദു എന്ന് വിളിച്ചത്. അതിനു മുമ്പ് ഇന്ത്യയിൽ മതങ്ങൾ 4ആയിരുന്നു: ശൈവർ, വൈഷ്ണവർ, ഗാണപത്യർ, ശാക്തേയർ. കൽക്കത്തയിൽ ഏറ്റവും കൂടുതൽ ശാക്തേയരായിരുന്നു. ദേവിയെ ആരാധിക്കുന്നവരായിരുന്നു. അവര് ദേവിയെ വിളിക്കുക ബന്ധുരെ എന്നാണ്. പാഥേയം എന്നൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, മമ്മൂട്ടിയുടെ? അതിൽ കൽക്കത്തയെ പശ്ചാത്തലമാക്കിയിട്ടാണ് സിനിമ ആരംഭിക്കുന്നത്. അതിലൊരു പാട്ടുണ്ട്, മലയാളത്തിൽ ഒരു പാട്ട് തുടങ്ങുന്നതിന്റെ ഹമ്മിങ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ബന്ധുരേ ബന്ധുരേ ബന്ധുരേ. എന്നാൽ മഹാരാഷ്ട്ര ഭാഗത്ത് ഗാണപത്യരാണ്. ഗണപതി ഗണപതി ബപ്പ മോറിയ മംഗളമൂർത്തി മോറിയ. ബംഗാളിനെ ആസ്പദമാക്കിക്കൊണ്ട് മോഹൻലാൽ നായകനായി എടുത്ത സിനിമയാണ് അഭിമന്യു. ആ സിനിമയിലെ ഈ പാട്ട്. ഹിമാലയ താഴ്വരയിൽ ശൈവരായിരുന്നു. എന്നാൽ കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് വരുമ്പോ, ഗംഗാതടത്തിൽ ഇങ്ങോട്ട് വരുമ്പോ വൈഷ്ണവരായിരുന്നു പ്രാധാന്യം. ദ്രാവിഡന്മാര് ഭൂരിപക്ഷവും ശൈവരായിരുന്നു. അപ്പൊ ശൈവമതവും വൈഷ്ണവ മതവും തമ്മിൽ വലിയ സംഘർഷങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് പിന്നീട് ദേവാസുര യുദ്ധങ്ങളായിട്ട് കഥകളുണ്ടായി. ഇപ്പൊ രാവണൻ ശൈവനാണ്. രാവണന്റെ ചന്ദ്രഹാസം ആര് കൊടുത്തതെന്നറിയോ? രാവണന്റെ ചന്ദ്രഹാസം ശിവൻ കൊടുത്തതാണ് രാവണന്റെ ചന്ദ്രഹാസം. ബാഹുബലി സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ബാഹുബലി സിനിമയിൽ ബാഹുബലിയുടെ അമ്മ 1000 പാത്രം വെള്ളം ശിവലിംഗത്തിന് അഭിഷേകം നടത്തിയിട്ടെങ്കിലും എന്റെ മകൻ ഒരച്ചടക്കത്തോട് വളരണമെന്ന് പ്രാർത്ഥിക്കുക. അപ്പോ അമ്മ ഇങ്ങനെ വെള്ളവും കൊണ്ട് കഷ്ടപ്പെട്ട് പോന്ന കണ്ടിട്ട് ബാഹുബലി ആ ശിവലിംഗത്തെ അപ്പാടെടുത്തിട്ട് കല്ലടക്കം ചുമല് വെച്ചിട്ട് ഒരു പോക്കുണ്ട്. ആ പോകുമ്പോ ഒരു പാട്ടുണ്ട്: ജടാഗടാഹസംഭ്രമം നിലിംബ നിർജരി വിലോലവി ജീവല്ലരി വിശാലമാനമൂർധനി കിശോര ചന്ദ്രശേഖരേ രതി പ്രദക്ഷിണം മമ എന്ന് അവസാനിക്കുന്ന ആ മന്ത്രം രാവണകൃത ശിവസ്തോത്രമാണ്. രാവണൻ എഴുതി എന്ന് പറയുന്നു. ഈ ശൈവരും വൈഷ്ണവരും തമ്മിൽ വേറെ നിൽക്കേണ്ടവരല്ലെന്നും ഇതൊന്നിച്ചു നിൽക്കേണ്ടവരാണെന്നും അദ്വൈതമാണെന്നുമുള്ള ചിന്ത ഉണ്ടാക്കിയത് ജഗദ്ഗുരു ആദിശങ്കരൻ. അങ്ങനെയാണ് ശങ്കരനാരായണ ക്ഷേത്രങ്ങൾ ഉണ്ടായത്. മനസ്സിലാക്കണം ഇതിന്റെ ചരിത്രം. ശങ്കരനും നാരായണനും പരസ്പര പൂരിതമാണ് എന്ന് പറഞ്ഞാൽ ജീവിതവും മരണാനന്തര ലോകം സംഹാരമൂർത്തിയായ ശിവനും ജീവിതലോകം സ്ഥിതികാരകനായ വിഷ്ണുവിനും, അത് രണ്ടും ചേർന്നിട്ട് പരസ്പര പൂരിതമായിട്ട് നിൽക്കുന്ന ശങ്കരനാരായണ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയത് ആ കാലഘട്ടത്തോടു കൂടിയാണ്.